ഫ്രീസ് ചെയ്യുക തുടങ്ങിയ നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ മാത്രമേ ഹൈക്കോടതി അതിൽ ഇടപെടേണ്ട ആവശ്യമുള്ളൂ എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഇവിടെ കമ്പനിയുടെ ഡയറക്ടർമാരുടെയും അക്കൗണ്ടുകൾ മാത്രമാണ് ഫ്രീസ് ചെയ്ത് വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മാസങ്ങൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ഈ അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്ത നടപടി സെഷൻസ് കോടതി ശരിവച്ചിട്ടുള്ളത്. അതിനാൽ ഇവിടെ കമ്പനിയെ അറിയിക്കാതെ, അറ്റാച്ച് ചെയ്ത വ്യക്തികളെ അറിയിക്കാതെ അവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു എന്നുള്ള കാര്യം നിലനിൽക്കുന്നില്ല. രണ്ടാമതായി, ഇതിൽ എന്തെങ്കിലും നടപടിക്രമങ്ങളുടെ വീഴ്ചയുണ്ടെങ്കിൽ മാത്രമാണ് സെഷൻസ് കോടതി അത് വീണ്ടും പരിശോധിക്കാൻ വേണ്ടി ഹൈക്കോടതിക്ക് ഉത്തരവിടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും പൂളിംഗം വരാൻ സാധ്യത തീരെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഒരേ ഒരു സാധ്യതയുള്ളത് നിക്ഷേപകർക്ക് പണം കിട്ടുമോ എന്നുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ ദിവസത്തെ വാദത്തിനിടയിൽ തന്നെ കോടതി കമ്പനിയോട് ആരാഞ്ഞിരുന്നു എന്തുകൊണ്ട് ഇവരുടെ പണം നൽകിക്കൂടാ എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ പൂളിംഗത്തിനേക്കാൾ സാധ്യത നിക്ഷേപകരുടെ പണത്തിനാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഇതുപോലെയുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രധാനമായിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എടുത്തിരിക്കുന്ന ക്രിമിനൽ കേസാണ്. ഈ ക്രിമിനൽ കേസ് കോടതിയിൽ